മൈ ഫ്രണ്ടിൻ്റെ നയതന്ത്ര ബന്ധം കാണണേ. ഈ നാട്ടിലെ സാധാരണക്കാരായിട്ടുള്ള മനുഷ്യരുടെ നികുതിപ്പണം പൊടിച്ച് ആഡംബര ഫ്ലൈറ്റ് യാത്രയും അതിനോടൊപ്പം തന്നെ കോടികൾ പൊടിച്ചുള്ള വിദേശ യാത്ര കൊണ്ട് നേടിയെടുത്തത് ഈ രാജ്യത്തുള്ള മനുഷ്യർക്ക് കാൽച്ചങ്ങല. ദേ കണ്ടേ, മൈ ഫ്രണ്ട് അമേരിക്കയിൽ അധികാരത്തിൽ വന്നതിൻ്റെ തൊട്ടടുത്ത ദിവസം ഹമാര ട്രംപ് പാക്ക് ചെയ്ത് അയച്ചു കൊടുക്കുന്ന സമ്മാനമാണ്. ആ കാലിലേക്ക് നോക്കിയേ. ഒരു മനുഷ്യനെ സംബന്ധിക്കുന്നിടത്തോളം ഈ ഭൂമിയിൽ ഏറ്റവും അപമാനിക്കപ്പെടുന്ന സന്ദർഭം. ഇന്ത്യ എന്ന രാജ്യത്തെ ലോകത്താകമാനമുള്ളവർ ബഹുമാനിച്ചു തുടങ്ങുന്ന കാലഘട്ടമാണെന്ന് ഈ നാട്ടിലിരിക്കുന്ന കുറേ സംഘികളുടെ വായ്ത്താരികൾ കേട്ട് കോരിത്തരിച്ചിരിക്കുന്നവർ ഈ ദൃശ്യമൊന്ന് കണ്ടോളൂ. നമ്മുടെ പൗരന്മാരാണ്. അവർ അവിടെ കുടിയേറി പാർത്തു എന്ന ഒറ്റ കാരണം കൊണ്ടും ഇന്ത്യയും ട്രംപുമായിട്ട് ഭയങ്കര ബന്ധമുള്ളതുകൊണ്ടും അവർ തമ്മിൽ ആത്മാർത്ഥ സുഹൃത്തുക്കളായതുകൊണ്ട് അവരെ കയ്യോടെ പിടിച്ച് കാലിൽ ചങ്ങലക്കിട്ട് ഈ നാട്ടിലേക്ക് കയറ്റി അയച്ചിരിക്കുകയാണ്. ടാൻസാനിയയിൽ നിന്ന് ആദ്യ വിമാനം പുറപ്പെട്ടിട്ടുണ്ട് 250 പേരുമായിട്ട്. അതും സൈനിക വിമാനത്തിൽ. സൈനിക വിമാനം എന്ന് കേൾക്കുമ്പോൾ പെട്ടെന്ന് തോന്നും, സൈനിക വിമാനമൊക്കെ കൊടുത്ത് അയച്ചല്ലോ, അപ്പോൾ അങ്ങനെയുള്ള സഹായം ചെയ്തില്ലേ. ഇതെന്ത് സൈനിക വിമാനം? അടിമകളെ കൊണ്ടുപോകുന്ന സൈനിക വിമാനം. ഇരിക്കാനൊരു കസേര അത് പൈലറ്റിന് മാത്രം ഉണ്ടാകും. ബാക്കിയുള്ളവർക്കെല്ലാം ഫ്ലോർ അഥവാ തറയിലിരിക്കാം. ഒരു ഫ്ലൈറ്റ് യാത്രയിൽ തറയിലിരിക്കുന്നതിൻ്റെ സുഖത്തെക്കുറിച്ചൊന്ന് ആലോചിച്ച് നോക്കൂ. സാധാരണഗതിയിൽ 200-250 പേരാണ് ഒരു ഫ്ലൈറ്റ് യാത്രയിൽ സഞ്ചരിക്കുന്നതെങ്കിൽ ഇത് 1000 പേരെ വരെ കൊണ്ടുവരാം. അതായത് നമ്മൾ കണ്ടിട്ടില്ലേ ഈ കാലികളെ കുത്തി നിറച്ച ലോറികൾ കടന്നു പോകുന്നതും അവർ ശ്വാസം മുട്ടി ഒന്ന് അങ്ങോട്ടോ ഇങ്ങോട്ടോ അനങ്ങാൻ പറ്റാതെ നിൽക്കുന്ന ചില കാഴ്ചകൾ. അതേ കാഴ്ചയിലാണ് 250 ഇന്ത്യക്കാരെ മൈ ഫ്രണ്ട് ആ രാജ്യത്ത് നിന്ന് പുറന്തള്ളുന്നത്. അധികാരത്തിലേറിയ ഉടനെ ഫ്രണ്ടിനെ അങ്ങോട്ട് വിളിച്ച് ആശംസ അറിയിച്ചു ഫ്രണ്ടുമായിട്ട് വലിയ ബന്ധം സൂക്ഷിക്കുകയാണ്. ആ സന്ദേശം കിട്ടിയ ഉടനെ തന്നെ ഫ്രണ്ടിൻ്റെ തിരിച്ചുള്ള സമ്മാനമായിട്ട് ഫ്ലൈറ്റിലേക്ക് 250 ഇന്ത്യക്കാരെ കാലിൽ ചങ്ങലക്കിട്ട് ഇങ്ങോട്ടേക്ക് അയച്ചിട്ടുണ്ട്. സായിപ്പിനെ കാണുമ്പോൾ കവാത്ത് മറന്നിട്ടുള്ള സംഘികളുണ്ടല്ലോ. പണ്ട് നമ്മളെ അടിമകളാക്കിയിരുന്ന ആ സായിപ്പന്മാരോട് ഈ നാടിനോട് സ്നേഹമുള്ളവർ പട പൊരുതുന്ന സന്ദർഭത്തിൽ മാപ്പെഴുതി കൊടുത്ത് ഷൂസ് നക്കിയവരുടെ പാരമ്പര്യം എന്താണെന്ന് ഇത് തുറന്നു കാട്ടുന്നുണ്ട്. പുതിയ കാലത്തും കെട്ടിപ്പിടുത്തവും ഉമ്മവെപ്പും മാത്രമേ ഉള്ളൂ. അതിനപ്പുറത്തേക്ക് പുല്ലുവിലയാണ് ഒരു വ്യക്തിക്ക് കൽപ്പിക്കുന്നു എന്നതിൻ്റെ തെളിവാണ് ഈ കാണുന്നത്. വേറെ ഒരു രാജ്യത്തിൻ്റെതും ഇതുപോലെ കണ്ടിട്ടില്ല. ഈ രാജ്യത്ത് നിന്ന് പല മനുഷ്യരെയും ആട്ടി ഓടിക്കുന്ന സന്ദർഭത്തിൽ കണ്ണ് തുറന്ന് കാണേണ്ട കാഴ്ചയാണ്. ബംഗ്ലാദേശികളെയോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും മുസ്ലിം രാഷ്ട്രങ്ങളിലുള്ളവരെ അല്ല മൈ ഫ്രണ്ട് ട്രംപ് കയറ്റി അയക്കുന്നത്, സ്വന്തം ഇന്ത്യക്കാരെ. ആ ഇന്ത്യക്കാർ അടിമകളെപ്പോലെ ഒരു നാട്ടിൽ നിന്ന് പുറന്തള്ളുമ്പോൾ നമ്മുടെ നാട്ടിലെ 8000 കോടി രൂപ ഉണ്ടാക്കി നിർമ്മിച്ചെടുത്ത ഫ്ലൈറ്റിൽ യാത്ര ചെയ്തുകൊണ്ട് ഈ നാടിൻ്റെ ദരിദ്ര നാരായണന്മാരുടെ എണ്ണം അതിതീവ്രമാക്കിക്കൊണ്ട് ഓടി നടന്ന് നേടിയെടുത്ത നയതന്ത്ര ബന്ധത്തിൻ്റെ ആഴവും പരപ്പും കണ്ടോളൂ. ഇതൊരു സാമ്പിൾ വെടിക്കെട്ടാണ്. ഇനിയും ഇതുപോലെ എത്ര ഫ്ലൈറ്റുകളിൽ കാൽച്ചങ്ങലയുമായി അഭിമാനം നഷ്ടപ്പെട്ട് ഒരു രാജ്യത്ത് നിന്ന് പുറത്തേക്ക് വലിച്ചെറിയുന്ന കാഴ്ചകൾ കാണാനിരിക്കുന്നു. അപ്പോഴും നമുക്ക് കൈയടിക്കാം. വിശ്വഗുരു നാട് നീളെ പോയി PR വർക്ക് ചെയ്യുന്നത് കൊണ്ട് ആർക്കും വലിയ മമതയൊന്നുമില്ല. ആരും ഇദ്ദേഹത്തോട് വലിയ ആദരവോ ബഹുമാനമോ ഒന്നും കാണിക്കുന്നില്ല എന്നതിൻ്റെ തെളിവാണ് അദ്ദേഹത്തിൻ്റെ രാജ്യത്തെ ജനങ്ങളെ ഈ രീതിയിൽ വെറും കന്നുകാലികളാക്കി ഒരു സൈനിക ഫ്ലൈറ്റിൽ പാക്കപ്പ് ചെയ്തതെന്ന് തിരിച്ചറിഞ്ഞോളൂ.